സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം ആവി പിടിക്കുക. കഴിയുന്നതും 1-2 നേരം മാത്രം ആവി പിടിക്കാൻ ശ്രദ്ധിക്കുക. അതിനേക്കാൾ കൂടുതൽ നേരം വേണ്ട. ആവി പിടിക്കുന്ന സമയത്ത് കഴിയുന്നതും മൂക്കിൽ നിന്നും അതുപോലെ തന്നെ സൈനസ് ക്യാവിറ്റിയിൽ നിന്നും നമ്മൾ ആ സ്റ്റീം ഇൻഹെയിൽ ചെയ്യുമ്പോൾ, അതായത് ആവി പിടിക്കുമ്പോൾ ആ കഫം മ്യൂക്കസ് കട്ടിയുള്ളത് കുറച്ച് ലൂസായിട്ട് മൂക്ക് കൂടെയും വായക്കൂടെയൊക്കെ നമുക്ക് പുറത്തേക്ക് വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം നെയ്സൽ സലൈൻ റിങ്സ്. ഓക്കെ, അതായത് നമുക്ക് ചൂടുവെള്ളത്തിൽ, ഒരു ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നെറ്റി പോട്ടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിലാണെങ്കിലും ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് മൂക്ക് വാഷ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മ്യൂക്കസ്, അലർജൻസ്, അതുപോലെ പൊടികളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. കഴിയുന്നതും ഉറങ്ങുന്നതിന് മുമ്പ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയുള്ള മൂക്കടപ്പ് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം, എപ്പോഴും കിടക്കുമ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാൽ പോലും ഒരു തലയണ, 2 തലയണ വെച്ചിട്ട് കിടക്കാൻ ശ്രദ്ധിക്കുക. ഒരു തലയണ വെച്ചതിന് ശേഷം മറ്റേതൊന്ന് സ്ലാൻഡിങ് ടൈപ്പ് ആക്കി വെക്കുക. എന്നിട്ട് തല കുറച്ച് പൊന്തിച്ച് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റീൻ്റെ ഒരു ഹെൽപ്പ് കാരണം മൂക്കിൽ നിന്ന് കഫം പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ നെയ്സൽ ക്യാവിറ്റിയിൽ കഫം കെട്ടിക്കിടക്കില്ല. ഇനി സൈനസിൽ ഭയങ്കര പ്രഷർ കൂടി ഇങ്ങനെ ബീറ്റ് ചെയ്ത പോലെയൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർക്ക് ചെയ്യാവുന്ന കാര്യം, ഒരു വാം കംപ്രസർ എടുത്തിട്ട് അത് കിടന്നതിന് ശേഷം ഈ സൈനസ് റീജിയനിലൊക്കെ ഒന്ന് എല്ലാം ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ആളിത് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അത് ചെയ്യുന്ന സമയത്ത് ഈ മ്യൂക്കസ് കുറച്ചും കൂടെ തിക്കായി നിൽക്കുന്നതൊന്ന് ലൂസ് ആവുക. ഇത് മൂക്ക് കൂടെയും വായക്കൂടെയും വരികയും അത് കുറച്ചും കൂടെ റിലീഫ് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും.